നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നവരിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവർ ആരാണ്? ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഞാൻ ഈ അടുത്തയിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2-3 വീഡിയോകളിൽ കൂടെ ഒരു അടിസ്ഥാന ലളിത ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം. അതുകൊണ്ട് വലിയ ആമുഖമൊന്നുമില്ലാതെ ആ വീഡിയോകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വർഗവാതി തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതി തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഏഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ. ഒന്നുകൂടെ കേൾക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതി തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതി തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഏഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ. ഇനിയും ക്രിസ്ത്യാനിയായ ചില ആളുകൾ ഭക്തി എങ്ങനെയാണ് അനുഭവിക്കുന്നത്, അവരുടെ ആത്മീകമായ അനുഭവങ്ങൾ പ്രകാരമാണ് പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ എന്ത് സംഭവിക്കും, അത് സംബന്ധമായ ചില കാര്യങ്ങൾ. Oh Jesus! Shake baby! Hallelujah! 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 Need mantle of hallelujah! Oh Jesus! Shake baby! Hallelujah! 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 Need mantle of hallelujah! Oh Jesus! വേറെ 1-2 നോക്കാം. അതേതാണ് പ്രകാരമാണ്. ഇനിയും ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എപ്രകാരം പരസ്പരം
ഇതെല്ലാം കർത്താവിന്റെ പേരിലാണല്ലോ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കയറിയാൽ പുരോഹിതന്മാർ എപ്രകാരം നിറഞ്ഞ് തുള്ളും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് സംബന്ധമായ വേറൊരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ഈ പരിപാടി സഭയിലെ ഈ പറയുന്നത് ജ്ഞാനായ സമുദായത്തിലെ എല്ലാ അംഗങ്ങളുമല്ല, അസോസിയേറ്റ് അംഗങ്ങളാ. അല്ലാതെ വൈദികരുമുണ്ട്. പക്ഷെങ്കിൽ വൈദികര് ജ്ഞാനായ സമുദായ പത്രാപ്പ് ഏത് പള്ളിയിലെ വികാരിയാച്ചൻ, ഏത് പള്ളിയിലെ വികാരിയാണ് അത് പറയണം. ഏത് പള്ളിയുടെ വികാരിയാണ് അത് പറയണ്ടേ? ദയവായി അംഗങ്ങൾ അവരവരുടെ സീറ്റിൽ ഇരിക്കുക. നമുക്ക് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സീറ്റിലിരിക്കുക. ദയവായി അസോസിയേഷൻ അംഗങ്ങൾ സീറ്റിലിരിക്കുക. ഞാൻ ബഹുമാനപ്പെട്ട മെമ്പർമാർ സീറ്റുകളിൽ ഇരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് പറയുകയാണ്, അഭിമന്യനായ കുറിയാക്കോസ്മാർക്ക് സേവാദിവസങ്ങളുടെ കൽപ്പന പാലിക്കാതെ ഈ അസോസിയേഷനോട് ഇരിക്കരുത്. വളരെ വിനയമായിട്ട് പറയുകയാണ്, ഇരിക്കരുത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മതവീര്യം ഉള്ളിൽ ഉറഞ്ഞുകൂടിയാൽ, സഭയുടെ എരിവ് വ്യക്തികളെ കാർന്ന് തിന്നാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല കാന്താരി മുളക് നൈട്രിക് ആസിഡിൽ അലിയിച്ച് അസ്ഥാനത്ത് പുരട്ടിയാൽ എന്തായിരിക്കും? അപ്രകാരമാണ് ഈ സ്ത്രീ നിന്ന് നുറഞ്ഞ് തുള്ളുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതും പരിശുദ്ധാത്മാവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ദയവായി നിങ്ങൾ ഈ വയസ്സായവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് മാത്രമേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാർക്കറ്റുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? എങ്ങനെയാണ് ഈ അധപ്പതനം നമുക്ക് സംഭവിച്ചത് എന്നതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് ചിന്തയില്ലാത്തത്? നമ്മളുടെ വീഴ്ച, നിങ്ങളുടെ തകർച്ച എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നാം ധൈര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ എന്ന പാട്ട് ഒരു ഹിന്ദു സന്യാസി അതിൻ്റെ വൈകാരികവും ആശയപരവുമായ അവസ്ഥകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറന്നു പാടുമ്പോൾ എവിടെയാണ് നമുക്ക് ആത്മീയമായ രുചികൾ അല്പമൊന്ന് നുണയുവാൻ സാധിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതല്ലയോ? നമ്മുടെ സമൂഹം ഇപ്രകാരം അധപ്പതിച്ചു പോകുവാൻ കാരണം എന്താണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ 30-40 വർഷങ്ങളിൽ ഭാരതത്തിലെ എല്ലാ മത കൂട്ടങ്ങളുമായി, മതപ്രതിനിധികളുമായി വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ മതവിഭാഗക്കാരെയും എനിക്ക് വ്യക്തിപരമായ അറിവുണ്ട്.
ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് ഭാരതത്തിലെ ഏറ്റവും അധപ്പതിച്ച സമൂഹം ക്രിസ്തീയ സമൂഹമാണ്. ഇത് പറയുന്നത് സന്തോഷമുണ്ടായിട്ടല്ല, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാതെ അതിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടുവാൻ മനുഷ്യ കൂട്ടാക്കുകയില്ല എന്ന പ്രാവർത്തികമായ പ്രമാണം ആദരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ തകർച്ച എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയുക. പിന്നെ എല്ലാ ക്രിസ്ത്യാനിയും എപ്പോഴും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗം അവർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കും. ഈ കലാപരിപാടികൾ അവിടെയും പോയി അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ തല്ല് ഉന്തും തള്ളും ചെയ്യുന്നവർ, പരസ്പരം ചീത്ത വിളിക്കുന്നവർ, തൊഴിക്കുന്നവർ, കടിക്കുന്നവർ, പിന്നെ മൃഗമാണോ മനുഷ്യനാണോ എന്ന് നമുക്ക് സംശയം തോന്നിക്കാവുന്ന വിധത്തിൽ ഇപ്രകാരം അപശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് മുഴുഭ്രാന്തല്ലയോ? അർത്ഥശൂന്യമായ കാര്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്തവൻ നിങ്ങളുടെ തലച്ചോറ് കുട്ടിച്ചോറാക്കിയവർ ആരാണ്? ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മത ആചാര്യന്മാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചെറുപ്പം മുതലേ സ്വാധീനിച്ച് വളർത്തിയ ഒരു പുരോഹിത വർഗമുണ്ട്. അവരുടെ സ്വാധീനം കൊണ്ടാണ് നിങ്ങൾ അധപ്പതിച്ചു പോയത്. പുരോഹിതന്മാരില്ലായിരുന്നുവെങ്കിൽ ഈ സാധാരണ ജനം ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലുകയില്ലായിരുന്നു. അവർ സാഹോദര്യത്തോടെ ജീവിക്കുമായിരുന്നു, അവർ സമാധാനത്തോടെ സഹവർത്തിക്കുമായിരുന്നു. മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കുന്നത്, അവരുടെ മധ്യത്തിൽ വെറുപ്പിന്റെ വിഷം വിതയ്ക്കുന്നത് പുരോഹിതവർഗം തന്നെയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവർ ശപിക്കപ്പെട്ടവരാണ്, വേശ്യമാർ സ്വർഗരാജ്യത്തിൽ കടന്നാലും ഈ വർഗം കടക്കയില്ല എന്ന് ഞാനല്ല പറഞ്ഞത്, നസ്രേനായ യേശുവാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ വളരെ അടിസ്ഥാനപരമായ പ്രമാണമുണ്ടായിട്ടാണ് സത്യത്തിന്റെ ആവിഷ്കാരമായ യേശു അപ്രകാരം മനന്തെന്ന് പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ ക്രിസ്ത്യാനിക്ക് ആർജവം ഉണ്ടാകണം. യേശു പറഞ്ഞു, അന്നാളിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും, പക്ഷേ നിങ്ങളോ തിരസ്കരിക്കപ്പെടും. നമ്മൾ വലിയ വീമ്പുമൊക്കെ പറഞ്ഞിരുന്ന അവസാനം നമ്മൾ എന്താണ് പറയുന്നത്, കുപ്പയിലായിപ്പോയി, ഉപ്പില്ലാത്ത കാരമായിപ്പോയി. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതിന് പരിഹാരമായ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിലേക്ക് മടങ്ങി വരുവീൻ. റിട്ടേൺ ടു ജീസസ്, കം ഹോം ടു ജീസസ്. അവൻ്റെ പഠിപ്പീരുകൾ, അവൻ്റെ മാർഗദർശനങ്ങൾ, അവൻ്റെ മാതൃകകൾ തിരിച്ചറിഞ്ഞ് അവയെ അനുകരിപ്പീൻ. ജീവന്റെ ദിശയിലേക്ക് തിരിയുവീൻ, ജീവന്റെ മാർഗത്തിൽ സഞ്ചരിപ്പീൻ. അങ്ങനെയായാൽ തീർച്ചയായും സഖായിയോട് യേശു പറഞ്ഞതുപോലെ, നിനക്കിപ്പോൾ സുബോധം വന്നതുകൊണ്ട് നിനക്ക് നിന്റെ ഭവനത്തിനും ഇതാ രക്ഷ വന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിൽ യേശു എന്നാണ് പറയുന്നത്, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടത് നിങ്ങളുടെ സൽപ്രവർത്തികൾ അവരുടെ മേൽ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചമുണ്ടാകും. നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. അത് നല്ലൊരു ലക്ഷ്യമല്ലയോ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് നാമോ നമ്മുടെ ഭവനമോ നമ്മുടെ സമൂഹമോ സഭയോ അനുഗ്രഹിക്കപ്പെടാൻ വല്ല ന്യായവുമുണ്ടോ? വല്ല സാധ്യതയുമുണ്ടോ? ഈ പടുകുഴിയിൽ കിടന്നിട്ട് എന്ത് നേടാനാണ്? അതുകൊണ്ടാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. ഓരോ വ്യക്തിയിലും സംഭവിക്കേണ്ട സമൂലമായ പരിവർത്തനത്തിന്റെ ആവിഷ്കാരമാണ് ഈ മാനസാന്തരം എന്നുള്ളത്. വേദപുസ്തകത്തിന്റെ കാതലായ പ്രമാണം ഒരു സമൂഹത്തിൽ ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ വ്യക്തികൾക്ക് ആദ്യം അത് സംഭവിക്കണം. വ്യക്തികൾ മാനസാന്തരപ്പെട്ട് മരണത്തിന്റെ വഴിയിൽ നിന്ന് ജീവന്റെ വഴിയിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ രൂപാന്തരത്തിൽ കൂടെ മാത്രമേ ഒരു സമൂഹത്തിന് പ്രത്യാശിക്കത്തക്കവണ്ണമുള്ള ഒരു വ്യതിയാനം ഉണ്ടാകുകയുള്ളൂ. സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രാൻസ്ഫർമേഷൻ ആൻഡ് റീജനറേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അതാണ് യേശുവിൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം. പക്ഷേ അങ്ങനെ സംഭവിക്കത്തക്കവണ്ണം അതിനെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന യാതൊരു പദ്ധതിയും
യാതൊരു താല്പര്യവും നമ്മുടെ സഭകളിലില്ല. പൈസ പിരിക്കുക, പൈസ ചെലവാക്കുക, പിന്നെ ആഡംബരത്തിൽ ജീവിക്കുക, പിന്നെ രാഷ്ട്രീയക്കാരുമായി തൂരുമ നടന്ന് കിട്ടാവുന്നതൊക്കെ അവിടെ നിന്നും കിട്ടുക. കേക്കാണെങ്കിൽ കേക്ക്, നിയമത്തിൻ്റെ സംരക്ഷണത്തിനാണെങ്കിൽ ആ സംരക്ഷണം, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യമായ സീറ്റ്. ഇതല്ലാതെ എന്താണ് നടക്കുന്നത്? ഇതിൻ്റെ വാലെ പിടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദയവായി മനസ്സിലാക്കുക. നമ്മൾ വലിയ വലിയ കാര്യം പറഞ്ഞ് വെറും ചെറ്റകളായിപ്പോയി. സങ്കടമാണ്, സഹിക്കാനാവാത്ത സങ്കടമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നും ഭൂമിയുടെ ഉപ്പാണ് എന്നും യേശു പറഞ്ഞാക്കി വെച്ചൊരു ജനം ആയിരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ? ലക്കും ലഗാനുമില്ലാതെ, ചെയ്യുന്നത് എന്താണെന്നറിയാതെ, ജൽപ്പിക്കുന്നത് എന്താണെന്നറിയാതെ, മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ് ജീവന്റെ വഴിയിലേക്ക് മടങ്ങി വരുവാൻ അവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സർവ്വശക്തനായ ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.